നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന എന്നാൽ ഒരുപാട് കെയർ വേണ്ടാത്ത ചെടികളാണ് കേട്ടോ ആമ്പലും താമരയൊക്കെ. നമ്മൾ ഒരു വട്ടം ഒന്ന് നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അതിനെ ഒരുപാട് അങ്ങ് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റ് ചെടികളെ അപേക്ഷിച്ച് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഇതിനക്ക് പൂവൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയോ കിട്ടേണ്ടത്. വലിയ പാടുപെടാതെ നമുക്ക് നട്ട് ഒരുപാട് സന്തോഷം കിട്ടുന്ന ചെടികളാണ് ആമ്പലും താമരയും. എന്ത് ഭംഗിയാണെന്ന് നോക്കി. താണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ താമരയുടെ നടിയിൽ വസ്തു. ഇത് ട്യൂബർ എന്നാണ് പറയുന്നത്. കുറേ പേർക്കൊന്നും ഇതിപ്പോഴും അറിയത്തില്ല കേട്ടോ. കുറേ പേര് ഈ ട്യൂബർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നിട്ട്. ഇതാണ് ട്യൂബർ കേട്ടോ. അരി നട്ട് കിളിപ്പിക്കാം, പക്ഷേ ഇതാണ് ട്യൂബർ. ട്യൂബർ നട്ട് കിളിപ്പിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നടുന്ന ചെടി തന്നെ ആയിരിക്കും നമുക്ക് പൂ പിടിച്ച് കിട്ടുക. പക്ഷേ അരി നട്ടാൽ ചിലപ്പോൾ പോളിനേഷനൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ വെറൈറ്റി മാറിപ്പോവും, ഇനം തിരിഞ്ഞു പോവും കേട്ടോ. അപ്പോൾ എന്താണ്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ അകിലയുടെ മുട്ട. ഇപ്പം നമുക്ക് വെയിൽ വന്നുകൊണ്ട് ഇലയൊക്കെ ഒന്ന് ഡാമേജ് ആവുന്നുണ്ട്. പിന്നെ ചെറിയ അസുഖമാണോ എന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ മരുന്നൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതുണ്ട്, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. നമ്മൾ ഒരുപാടൊന്നും നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് ഇതേപോലെയൊക്കെ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം. അല്ലാതെ എപ്പോഴും ഒന്നും ഇതിന് കുഴപ്പങ്ങളൊന്നും വരാറില്ല കേട്ടോ. എനിക്ക് കഴിഞ്ഞ സീസണിലൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു താമര ചെടികൾക്ക്. ഇപ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ചെറിയ ഇതൊക്കെ വരുന്നത്. അത് നമ്മൾ എന്തെങ്കിലും കീടനാശിനി അടിക്കുമ്പോൾ അതങ്ങ് മാറും. ഇത് കണ്ടോ, ഇത് നമ്മുടെ താമരക്കുട്ടന്മാർ. അതായത് കണ്ടോ, നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ പൂക്കളൊക്കെ നല്ല കരിയുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിലാണ് ഇവിടെ. നല്ല വെയിലാണ് താമരയ്ക്ക് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ആദ്യം ഒന്ന് നട്ട് വെച്ച് വളമൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ട് നല്ല വെയിലത്തൊന്ന് വെച്ച് കൊടുക്കാമെങ്കിലേ നന്നായിട്ട് പൂക്കൾ പിടിക്കും കേട്ടോ. അതാണ്ട് എന്ത് രസമല്ലേ. വൈറ്റ് പിയോണിയാണിത് കേട്ടോ. നല്ല ഭംഗിയാണ്, നിറയെ പൂക്കൾ പിടിക്കും. കണ്ടോ മുട്ടുകൾ നിൽക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ ബോഗൺവില്ലയാണ് കേട്ടോ. ബോഗൺവില്ല നല്ല പല വെറൈറ്റി ബോഗൺവില്ല എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ ഇടാം. ഇത് കണ്ടോ, ഇത് എന്ത് രസമാണല്ലേ കാണാൻ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ആമ്പലാട്ടോ. നിറയെ പൂക്കൾ പിടിക്കുകയെന്ന് വെച്ചാൽ നിറയെ പൂക്കൾ പിടിക്കുന്ന ആമ്പല എന്ന് വെച്ചാൽ ഇത് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. ഇതിനൊന്നും സീസണൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയിൽ നിന്ന് തൈകൾ കിട്ടും കേട്ടോ. എന്നാൽ ഇതിനകത്ത് വെള്ളത്തിൽ തന്നെ കുറേ തൈകൾ കിടക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ തൈകൾ അടർന്ന് കിളിച്ച് അടർന്ന് മാറി കിളിക്കുന്നത്. ഇത് പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് കാണാൻ അതാണ്ട് ചെറിയ തൈ. ഇനി നമ്മുടെ അപ്പുറത്ത് ഒരെണ്ണം ഉണ്ട്, അതിനകത്തുകൂടി നോക്കാം നമുക്ക്. ഇലയ്ക്കകത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. എപ്പോഴും ഉണ്ട് കേട്ടോ, ഇലയ്ക്കകത്ത് നിന്ന് എല്ലാം ഇങ്ങനെ പിടിക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല താമര, നിറയെ മുട്ടകൾ പിടിക്കും കണ്ടോ. അടുത്തടുത്ത് അങ്ങ് മുട്ടകൾ നിൽക്കുന്നുണ്ടോ. ശരിക്കും മുട്ട, ഒരു ടബിൽ തന്നെ എത്ര മുട്ട. കുറേ ജമന്തി അപ്പുറത്തിരിക്കുന്ന കാണാം. കുറേ ചെടികളുണ്ട് കേട്ടോ. ഇതാ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ ഈ ചെടികൾ ഇരുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. രാവിലെ നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ ഈ ചെടികളെല്ലാം കൂടി ഇങ്ങനെ കാണാൻ. അതാണ്ട് ഒത്തിരി ഇങ്ങനെ പിടിച്ചിരിക്കും. ഇതിനി സീസൺ ആവുന്നതല്ലേ ഉള്ളൂ. ഇനി നിറയെ പൂക്കൾ ഇങ്ങനെ പിടിച്ചിരിക്കും. നല്ല രസമാണ് കാണാൻ. അതാണ്ട് നമ്മുടെ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ തൈ ഉണ്ടോയെന്നാ കേട്ടോ. ഇതിനകത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. അതാണ്ട് കണ്ടോ, ഇതിനകത്ത് ഇലയെ നടന്നു പോയേക്കും കേട്ടോ. ഇതൊക്കെ കിടന്ന് വലുതായിട്ട് ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് കിളിക്കും. ബ്ലൂ വെസിൽ കേട്ടോ ഈ ആമ്പലിൻ്റെ പേര്. നിറയെ പിടിക്കും, പെട്ടെന്ന് തൈയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും കിട്ടുകയെന്ന് വാങ്ങി അത്യാവശ്യമായിട്ട് നട്ടു, നിറയെ പൂ പിടിക്കും. എന്തായാലും ഒരു പൂ പോലും ഇല്ലാതെ ഒരു ദിവസം പോലും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴും അറിയാലോ, എല്ലാത്തിനകത്തും പൂക്കളുണ്ട്. ചിലപ്പോൾ 2-3 പൂക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഇതിനകത്തൊരു തേൻ പോലെ നിൽക്കുന്നുണ്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട്. ഇത് നമ്മുടെ അടുത്ത താമര കേട്ടോ. അപ്പോൾ കുറേയധികം താമരകളുണ്ട്. എന്ത് ഭംഗിയല്ലേ, കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം ഇങ്ങനെ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം കിളിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് ഈ ആമ്പലിനെ ഒന്ന് കാണാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി നടക്കാൻ ഇങ്ങനെ പാടാട്ടോ. അതുകൊണ്ട് നമ്മുടെ പിങ്ക് ആപ്പൻസിസ് എന്ന് പറയുന്ന ആമ്പലാണിത് കേട്ടോ. ഇതിനകത്ത് നിറയെ മുട്ടുകൾ വന്ന് പിടിക്കും. ഇപ്പോൾ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്താണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് സഹസ്രദളവും പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അത് നട്ട് 1.5 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കുറേ ഇലച്ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് ചെടികളായാലും അതിമനോഹരമാണ്. പിന്നെ കൂടുതൽ കെയർ ചെയ്യേണ്ടാത്ത ചെടിയാണ് നമ്മുടെ താമരയും ആമ്പലും ഒക്കെ. നട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് തിരിഞ്ഞു കൊണ്ട് നോക്കിയില്ലേ പോലും വെയിലുണ്ടെങ്കിൽ അത് കിളിക്കും കേട്ടോ. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കത്തില്ല, നമ്മളിതിനെ പരിചരിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ചെടിയായാലും അതിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്താൽ അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതുണ്ട്, നമ്മൾ നടക്കുന്നതിൻ്റെ ഇരുവശവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് കൂടെ കൂടണേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.